ഹായ് ഓൾ, വെൽക്കം ടു ദ ചാനൽ നഴ്സിംഗ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നഴ്സിംഗ് റിസർച്ചിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുമാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. First question is, facts generally accepted as true or correct are known as. Options are assumptions, option B variables, option C theory. Answer is assumptions. Second question is, statement of predicted relationship between two or more variables is. Option A hypothesis, option B setting, option C variable. Answer is hypothesis. Third question is, classical feature of experimental research design is. Options are A sample, option B control, option C variable. Answer is control. Fourth question is, small scale study conducted to test the plan and method of research study is. Option A sample, option B pilot study, option C data collection. Answer is pilot study. Fifth question is, a portion of population which represent the entire population is called. Option A sample, option B delimitation, option C control. Answer is sample. Sixth question is, which is not a characteristic of research tool. Option A validity, option B reliability, option C accountability. Answer is accountability. ഒരു റിസർച്ച് ടൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വാലിഡിറ്റി, റിലയബിലിറ്റി ആൻഡ് യൂസബിലിറ്റി ആണ്. വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് എന്താണോ മെഷർ ചെയ്യുന്നത് അത് എത്രമാത്രം അതിനെ മെഷർ ചെയ്യുന്നു അതിൻ്റെ ഡിഗ്രിയാണ് വാലിഡിറ്റി കൊണ്ട് കണക്കുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് എത്രത്തോളം റിലയബിൾ ആണ്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എത്രത്തോളം സ്റ്റേബിളാണ് എന്നുള്ളതാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് കാണിക്കുന്നത്. യൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് എത്ര കൂടുതലായിട്ട് നമ്മൾ ടൈമോ അല്ലെങ്കിൽ മണിയോ സ്പെൻഡ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അഫോർഡബിൾ ആണോ എന്ന് നോക്കുന്നതാണ് യൂസബിലിറ്റി. സെവൻത്ത് ക്വസ്റ്റ്യൻ ഈസ്, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. Options are A mean, option B mode, option C range. Answer is range. Range എന്ന് പറയുന്നത് മെഷർ ഓഫ് വേരിയബിലിറ്റി ആണ്. മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റിയിൽ വരുന്നതാണ് റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും. അതുപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ് മീൻ, മോഡ്, മീഡിയൻ. മൂന്നെണ്ണമാണ് വരുന്നത്, മീൻ, മോഡ് ആൻഡ് മീഡിയൻ. Eighth question is, dash uses dots connected by straight lines to show the frequencies. Options are A polygons, option B histogram, option C symmetric distribution. Answer is polygons. And the question is, number which occurs the most among a given set of data is. Options are A mode, option B median, option C mean. Answer is mode. അതായത് നമുക്ക് സെറ്റ് ഓഫ് ഡാറ്റ തന്നിരിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് നോക്കാം. 7 എന്നുള്ളത് 4 പ്രാവശ്യം തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ വരുന്നതെങ്കിൽ അതായിരിക്കും അതിൻ്റെ മോഡ് എന്ന് പറയുന്നത്. മീൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ എന്നുള്ളത് വെച്ചിട്ട് ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് മിഡിൽ നമ്പർ വെച്ചിട്ടാണ്. മിഡിൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലോവസ്റ്റ് ടു ഹയസ്റ്റ് അറേഞ്ച് ചെയ്യണം നമ്പേഴ്സിനെ, അത് കഴിഞ്ഞ് മിഡിൽ നമ്പർ വെച്ചിട്ട് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാം. 10th question is, difference between highest and lowest number in a set of numbers is. Option A range, option B SD, option C variance. SD എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കേട്ടോ. Answer is range. 11th question is, association between two variables is measured using. Option A correlation, option B variance, option C none of this. Answer is correlation. The question is, the boss attitude is seen in which type of leadership? Option A autocratic, option C democratic, option C laissez-faire. Answer is autocratic leadership. Autocratic leadership എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലീഡർ തന്നെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഷെയർഡ് ലീഡർഷിപ്പ് എന്ന് പറയാം നമുക്കല്ലെങ്കിൽ, അതായത് ലീഡറും എംപ്ലോയീസും കൂടെ ഒരുമിച്ചിട്ടാണ് ഇരിക്കും അതിൽ ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ
പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്നും കൂടെ അതിന് പറയുന്നുണ്ട്. ലേസി ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതിൽ ആബ്സെൻസ് ഓഫ് ലീഡേഴ്സ് ആണുള്ളത്. അതായത് ലീഡറിന് കാര്യമായിട്ട് റോളൊന്നുമില്ല, എംപ്ലോയീസ് അവർക്ക് വേണ്ടതുപോലെ ചെയ്യുക ചെയ്യുന്നത്. അതായത് ദർ ഇസ് നോ ഡയറക്ഷൻ ഫോർ ദ എംപ്ലോയീസ് ഫ്രം ലീഡർ. 13th question is detailed list of all articles in the clinics is called. Option A planning, option B budget, option C inventory. Answer is inventory. 14th question is which among the following is not a function of management? Option A staffing, option B directing, option B C supervising. Answer is supervising. 15th question is overseeing the employees at work is called. A observation, B monitoring, C supervision. Answer is supervision. 16th question is placement of students belonging to various groups in clinics is shown in. Option A rotation plan, option B work plan, option C lesson plan. Answer is rotation plan. 17th question is organized clinical instruction in the presence of a patient is called. Option A bedside clinic, option B nursing care study, option C nursing rounds. Answer is bedside clinic. 18th question is audit which is conducted between two regular auditees. Option A final audit, option B interim audit, option C continuous audit. Answer is interim audit. 18th question is a nurse is assigned to the responsibility for the case of a patient from admission to discharge is seen in. Option A team nursing, option B case method, option C functional method. Answer is case method. അതുപോലെയുള്ള വേറെ കെയർ മോഡൽസാണ് ഫങ്ഷണൽ മെത്തേഡ്. ഫങ്ഷണൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല നഴ്സുമാരെ പല ഫങ്ഷൻ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടോ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടോ ഒക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ടോട്ടൽ പേഷ്യൻ്റ് കെയർ, അതായത് ഒരു നഴ്സ് തന്നെ ഒരു പേഷ്യൻ്റെ എല്ലാ കെയറും കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ടീം നഴ്സിംഗ്. ടീം നഴ്സിംഗ് ടീം ലീഡർ ഉണ്ടാവും, അവർ ടീം മെമ്പേഴ്സിന് ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. The question is which of the following is not an element of post-decorp? Option A reporting, option B commanding, option C organizing. Answer is commanding. ഇതിൽ പോസ്റ്റ്-ഡികോർപ്പ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ഈ പോസ്റ്റ്-ഡികോർപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂതർ ഗല്ലിക്കാണ്. പോസ്റ്റ്-ഡികോർപ്പിൽ വരുന്ന P സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്, O എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്, S ഫോർ സ്റ്റാഫിങ്, D ഫോർ ഡയറക്റ്റിംഗ്, C for coordinating, CO for coordinating, R for reporting and B for budgeting എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.